അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പഫ് കൈന്റെ സെയിം ഇവിടെ നേരെ പഫ് വന്നു. അപ്പൊ അതിന്റെ കട്ടിങ് താഴെ ലൂസ് 10 നമുക്കൊരു അര മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. പിന്നെ കട്ടിങ് വെച്ചിട്ട് നേരെ 2 മടക്കിയിട്ട് 4 മടക്കുക. അതായത് ഇങ്ങനെ ഇതിപ്പോ 1 പീസാണ്. അതിന്റെ 2 മടക്കിലാണ് വേണമെങ്കിൽ ഇതിനെ 4 മടക്കിയിട്ട് 4 മടക്കിയിട്ടു. സ്ലീവിന്റെ ലെഫ്റ്റ് താഴെ മടക്കി എടുക്കാൻ ഒരു 1/2 ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് ഈ സ്ലീവിന്റെ ലെങ്ത് 13.5 ഇഞ്ച് നമ്മൾ നേരെ മേലോട്ട് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ പഫ് പൊങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഇഞ്ച് തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അതിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ റിഗാർഡ് തന്നെ ചേരിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു 3 ഇഞ്ച് ചേരിച്ചിട്ട് ഇനി താഴത്തെ ലൂസ് 10 ഇഞ്ച് ഇതിന്റെ വൺ സൈഡ് 5 ഇഞ്ചിന് മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട റിഗാർഡ് 17 ഇഞ്ചാണ്. അപ്പൊ 17 ഇഞ്ചിന് ഇങ്ങനെ മാർക്ക് ചെയ്ത് ബാക്കിയുള്ളത് ഇങ്ങനെ നമുക്ക് പഫ് ഇടാനുണ്ട്. ഇതിങ്ങനെ പഫായിട്ട് വരും. ഇത് കട്ടിങ് ആണെന്ന് വെച്ചാൽ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് റിഗാർഡിന്റെ മാർക്കിന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കൈന്റെ ലൂസ് നോക്കുക. മുട്ടിന്റെ ലൂസ് നോക്കേണ്ട കാര്യങ്ങൾ. മുട്ടിന്റെ അവിടെ കുറച്ച് ലൂസായിട്ടാണ് കിടക്കുക. ഒക്കെ നേരെ പഫായിട്ട് വരും. ഇങ്ങനെ വരുന്നത് അവിടെ നമുക്ക് പഫിനുള്ളത് 1 ഇഞ്ചോടെ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നേരെ ചിരിച്ച് ഇനി നമുക്ക് ഇവിടെ 1 ഇഞ്ച് തുമ്പ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. കൈന്റെ ലൈനിങ് ആണ് ഇപ്പൊ നമ്മൾ വെട്ടിയത്. നിർത്തിയിട്ടുമ്പോൾ കൈ ഇങ്ങനെ ഉണ്ടാവും. ഇതിന്റെ അടിയിലേക്ക് ഇനി ഇവിടെ ഇങ്ങനെ പഫ് പൊങ്ങിയിട്ടുള്ള പഫ്. അപ്പൊ ലൈനിങ് കട്ടി കഴിഞ്ഞ് മെയിൻ പീസ് ഇരിക്കുക. മെയിൻ പീസ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് മെയിൻ പീസിനെ 2 മടക്കിയിട്ട് 4 മടക്കില്ല. ഇങ്ങനെ മടക്കുക. ഇനി ലൈനിങ്ങിന് മേലെ എടുത്തിട്ട് അതിന്റെ മേലെ വെക്കുക. താഴത്തെ തുമ്പൊക്കെ നോക്കി എടുക്കുക. അപ്പൊ അതാ നമ്മൾ ലൈനിങ് വെട്ടിവെച്ചത്. ലൈനിങ് നേരെ മെയിൻ പീസിന്റെ മേലേക്ക് 4 മടക്കിയിട്ട് സ്ലീപ്പിടുണ്ട്. അടിയിലെ ലൂസ് അടിയിലത്തെ തുമ്പ് നോക്കുക. അടിയിലെ കഴിഞ്ഞ് ലൈനിങ് വെട്ടി അതുപോലെ തന്നെ തിരിച്ചു വിട്ടു. ഇങ്ങനോടൊപ്പം തുമ്പ. അപ്പൊ ഇതാണ് മേലെ പഫ് വരുന്ന കയ്യിന്റെ കട്ടിങ്. ഇതിന്റെ 2 കൂട്ടിയിട്ട് ഇങ്ങനെ ഇവിടെ പഫ് ഇട്ടിരിക്കണം. അതിന്റെ സ്റ്റിപ്പിങ് വീഡിയോ അങ്ങനെ വരും. പഫ് ഇട്ട് കഴിയുമ്പോൾ കൈന്റെ പഫ്. ഇതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതുവരെ ബൈ.